അപ്പം തമ്മിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം എനിക്കിപ്പം 2 മക്കളല്ല 3 മക്കളായിട്ടുണ്ട്. എബിൻ, സുബിൻ, മെറിൻ. ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തുകൊണ്ടോ എങ്ങനെയൊക്കെയോ എല്ലാവരെയും ഇന്നെ തന്നെ അവസാനിപ്പിച്ച് കിട്ടിയല്ലേ. അതെ. അങ്ങനെ ഞങ്ങളുടെ ഫാമിലിയിലേക്ക് ഒരു പുതിയൊരു അംഗം കൂടെ വന്നിരിക്കുകയാണ് നമ്മുടെ സുബിൻ. സുബിൻ സുബിന് ഈ മിനീസ് ലൈഫ് സ്റ്റൈലിലോട്ട് എക്സ്പീരിയൻസ് എന്താ? മിനീസ് ലൈഫ് സ്റ്റൈൽ ഞാൻ പണ്ട് കണ്ടിട്ടുണ്ട്, അമ്മ പണ്ട് കാണുന്നതായിരുന്നു. അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് കണ്ട് പാസ് ചെയ്ത് പോയിട്ടുണ്ട്. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ഇന്നലെ നല്ലൊരു ഫങ്ഷനായിരുന്നു. അപ്പോൾ ഇന്നലത്തെ ഫങ്ഷൻ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നു. അപ്പോൾ എന്താണ് 2 ദിവസം രണ്ടുപേരും ഇവിടെ കാണും. ഇപ്പം കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച കല്യാണം കഴിഞ്ഞു. ഇപ്പം നമ്മുടെ ഇതനുസരിച്ചിട്ട് വ്യാഴാഴ്ചയാണ് ഇനി എന്താണ് കൊണ്ടാക്കുന്ന ചടങ്ങ് നടക്കുന്നത്. അപ്പം ഇനി എന്താ പറയുക, കൊണ്ടാക്കുന്ന ചടങ്ങിനെ കുറിച്ചൊക്കെ പിന്നെ നമ്മളിടാം. അപ്പം അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇമോഷണലായി പോയില്ലേ. അപ്പം അതൊന്നും ഇതിനകത്ത് വരുന്നില്ല. അപ്പം സുബിൻ നമ്മുടെ വീട്ടിലോട്ട് നമ്മുടെ മകനായിട്ട്, എൻ്റെ മകൻ 3ാമത്തെ മകനായിട്ട് വന്നിരിക്കുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ, ഒരുപാട് സന്തോഷം. പിന്നെ നല്ലൊരു കുടുംബജീവിതം അവർക്ക് ഈശ്വരൻ നൽകട്ടെ എന്ന് ആദ്യം തന്നെ ആശംസിക്കുന്നു. അപ്പം നമ്മുടെ ഈ കല്യാണത്തിന് ഒരുപാട് പേര് നമ്മുടെ കേരളത്തിൽ നിന്ന് മാത്രമല്ല അല്ലേ, ഒരുപാട് രാജ്യങ്ങളിൽ നിന്നിട്ട് ഇവർക്ക് ആശംസകൾ പറയുകയും പ്രാർത്ഥിക്കാനായിട്ട് കുറേ പേരുണ്ടായിരുന്നു. എവിടെ നിന്നൊക്കെയോ പ്രാർത്ഥിക്കാം മിനിച്ചേച്ചി വിഷമിക്കരുത്, എബിൻ വിഷമിക്കരുത്, മെറിൻ വിഷമിക്കരുത് എന്നിട്ടൊക്കെ പറഞ്ഞിട്ട് കുറേ മെസ്സേജുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ട് കുറേ പേര് ഞാൻ കരയിപ്പിച്ചെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പരാതി പറച്ചില്ലായിരുന്നു. അതൊട്ടും പ്രതീക്ഷിക്കാത്തൊരു സംഭവമായിരുന്നു. പെട്ടെന്ന് ഇങ്ങനെ വീഡിയോ നോക്ക്, ടിവിയിലൊന്നും ഉണ്ടത്, അങ്ങനെ നോക്കിയതാ, കംപ്ലീറ്റ് ഇമോഷണലാക്കി. ഞാൻ എൻഗേജ്മെന്റൊന്നും കരയേണ്ട ആവശ്യമില്ലല്ലോ, നമ്മുടെ വീട്ടിൽ തിരിച്ചു വരുവാണല്ലോ എന്നൊക്കെ വിചാരിച്ചായിരുന്നു. പക്ഷെ അവിടെ ഇന്ന് നിർത്തി കരയിച്ചു. അവസാനമായിട്ട് കരയിപ്പിക്കാൻ കിട്ടുന്ന ഒരു അവസരമല്ലേ, നന്നായിട്ടത് മുതലെടുത്തു. അന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആർക്കും ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, ഞങ്ങളെല്ലായിരുന്നു കരയുമായിരുന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു ആ സമയത്ത്, പക്ഷെ ഒന്നും കഴിക്കാൻ പറ്റില്ല. നമ്മളതെല്ലാം കല്യാണത്തിന് തീർത്തു, അതെല്ലാം കഴിക്കാൻ പറ്റത്തില്ല. പിന്നെ വീട്ടിൽ വന്നിട്ട് എന്താണ് ഇവിടെ വന്നപ്പോൾ ഫുള്ള് ഗ്രീനറിയാണ്. ഫസ്റ്റ് ആദ്യമായിട്ട് പെണ്ണ് കാണുന്ന ചടങ്ങിന് വന്നപ്പോൾ തന്നെ ഫുൾ ഗ്രീനറി ആയിരുന്നു. ഫുൾ പോസിറ്റീവ് വൈബ്സ് ആണ് ഇവിടെ വന്നപ്പോൾ തന്നെ. ആദ്യത്തെ ഇത് തന്നെ നല്ല സന്തോഷമുണ്ട്. എല്ലാരും അടിപൊളിയാണ്. ചെറുതായിട്ടൊരു മുറുമുറുപ്പുണ്ട്. ബിസ്ക്കറ്റ് ഒക്കെ കൊടുക്കുമ്പോ അപ്പൊ മേടിക്കുന്നുണ്ട്. പതിയെ പതിയെ കമ്പനി. ഇത്ര നാള് ഞങ്ങളെല്ലാവരും ഒരുമിച്ചായിരുന്നു. ഇനിയിപ്പോ മമ്മി ഇങ്ങനെ ഒറ്റയ്ക്കൊക്കെ ഇരിക്കും. ഞാൻ അവിടുന്ന് ഫോൺ വിളിക്കാം. ഇനിയിപ്പോ ഞങ്ങള് എല്ലാ വീഡിയോയ്ക്കും ഞങ്ങൾ 4 പേരും കാണും കേട്ടോ. എന്താ സുബിനെ ഇനി ഉഷാറാക്കി എടുക്കണം എല്ലാ വീഡിയോയിലും വരാനായിട്ട്. നിങ്ങളുടെ ലീവ് അനുസരിച്ച് നമ്മുടെ വീഡിയോ എടുക്കുന്നതൊക്കെ പ്ലാൻ ചെയ്യും. അതെല്ലാം ശരിയും ഞങ്ങൾ വീട്ടിൽ വരുമല്ലോ, നമുക്ക് എടുക്കാം. റെഡി. പിന്നെന്താണ്, ഇനിയിപ്പം 25 വർഷം മെറിൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. മെറിൻ ഉണ്ടായിരുന്നു, ഇനിയും ഉണ്ട്. എല്ലാ ആഴ്ചയും ഞങ്ങൾ അവരെല്ലാ ആഴ്ചയിലും വരും. നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും അവർ കൂടെ ഇരിക്കും. അപ്പം നമുക്ക് 2 കൊച്ചുങ്ങളും 3 കുഞ്ഞുങ്ങളായില്ലേ, പിന്നെ നമുക്ക് എന്തോരത്ത് വിഷമിക്കാൻ എന്തോ. ഇപ്പം സുബിൻ നല്ലൊരു മോൻ തന്നെയാണ്, അവനൊരു പ്രശ്നവും ഇല്ല. നമ്മുടെ എന്താണ് സ്വന്തം മകൻ തന്നെ, മകനാണ്. ഇങ്ങനെ പുറത്ത് നമ്മുടെ കൂടെ തന്നെ ഫാമിലിയുടെ കൂടെ തന്നെ ഹോസ്റ്റലിലോ ജോലിക്ക് വന്നിരുന്നാണ്, പുറത്തുനിന്ന് പഠിച്ചിട്ടില്ല. മമ്മിയുടെ അടുത്ത് തന്നെ ആയിരുന്നു ഫുൾ ടൈം. ഇനി കുറച്ചൊക്കെ മാറി നിൽക്കട്ടെടാ ഇവനെ, പഠിക്കട്ടെ. പെട്ടെന്നൊരു കല്യാണം കഴിക്കും. അപ്പൊ സങ്കടം കല്യാണം കഴിപ്പിക്കാൻ വീഡിയോ ഇട്ട കമന്റ്സിൽ കമന്റ്സ് കൊണ്ട് എല്ലാരും ഇത് തന്നെ വെറുതെ അങ്ങോട്ട് ആക്കിയപ്പോഴത്തേക്ക് എന്റെ ഇനി എങ്ങനെയെങ്കിലും കൊടുക്കണം. അവരുടെ ഒരു ആഗ്രഹമല്ലേ എമിനും ഒരു കൂട്ടൊക്കെ വേണമെന്നുള്ളത്. അല്ല, എല്ലാവരും പറയുന്നത് എമിന് കൂട്ടാകുമ്പോൾ മമ്മിക്കും കൂട്ടായല്ലോ എന്നാണ്. അതൊന്നുമല്ല, അവർക്ക് അവര് സ്വന്തമായിട്ട് എവിടെയോ പോയി ജീവിക്കട്ടെ അല്ലേ.
കല്യാണം കഴിഞ്ഞു പിന്നെ ഡയറക്റ്റ് നമ്മൾ ഇവിടെ തന്നെ വന്നോണ്ട് എനിക്ക് അത്ര വിഷമം തോന്നുന്നില്ല. ഈ 3 ദിവസം കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകുമ്പോഴാണ് ഒരു വിഷമം. പിന്നെ അവിടുത്തെ പപ്പയും മമ്മിയും അനിയനാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്നാലും ഭയങ്കര മിസ്സിങ് ആയിരിക്കും കുറച്ച് നാളത്തേക്ക്. ഒരാളെ എടുത്തോണ്ട് പോകും കൊണ്ടുപോകണമെന്നുണ്ട്. മെറിനില്ലെങ്കിൽ അവരുടെ എന്തായിരിക്കും അവസ്ഥ? മെറിനെ നമുക്ക് കെട്ടിച്ചു വിട്ടു അങ്ങനെയുള്ളൊരു ഇതൊന്നുമില്ല. മെറിനെ സുരക്ഷിതമായ കൈകളിലാണ് നമ്മൾ എത്തിച്ചിരിക്കുന്നത്. അപ്പം അവരുടെ പേരൻസ് എന്നുണ്ടെങ്കിലും എന്നേക്കാൾ സ്നേഹം ആണെന്ന് ഞാൻ പറയത്തില്ല, അത് മെറിൻ പുറകാരം പറയും കേട്ടോ. അല്ല ഞങ്ങള് രണ്ട് ആമ്പിള്ളാരല്ലായിരുന്നു, അപ്പൊ ഒരു മകള് വരുമ്പോ എന്തായാലും നല്ലോണം സ്നേഹിക്കുക, അതിനൊരു ടെൻഷനും വേണ്ട. അല്ലെ നമ്മളെ കണ്ടപ്പം മുതലേ നമുക്ക് അങ്ങനെ തന്നെയാണ് തോന്നിയത്. അവിടെ ചെന്നപ്പോൾ നമുക്കൊരു പോസിറ്റീവ് ഇതാണ് നമുക്ക് ഫീൽ ചെയ്തത്. അവരെ പപ്പയും മമ്മയും മോനെ സുജിത്തിനെയൊക്കെ കണ്ടപ്പോൾ അങ്ങനെ തന്നെയാണ് നമ്മൾ ഫീൽ ചെയ്തത്. അങ്ങനെയാണ് നമ്മൾ സത്യം പറഞ്ഞാൽ കുടുംബത്തോട് നമ്മൾ കല്യാണം തന്നെ ആലോചിച്ച് അതങ്ങ് ഉറപ്പിച്ചത്. 3 ആഴ്ച കൊണ്ട് മാത്രം എല്ലാം റെഡിയാണ്. ഈവൻ സുബിൻ ഇവിടെ വന്നിട്ടും എനിക്ക് ഫീൽ ആവുന്നില്ല വേറെ പുറത്തുനിന്ന് ഒരാള് വന്നയാളോ പുതിയ ഒരാളെ കുടുംബത്തിൽ ആ സെയിം വൈബിലൊക്കെ പോകുന്നുണ്ട്. ആദ്യമായിട്ട് കണ്ടപ്പോ തൊട്ട് നമ്മള് മീറ്റ് ചെയ്തതെല്ലാം നമുക്ക് വലിയ ഒരു പുതിയൊരാളാണെന്നും തോന്നില്ല. നമ്മൾ അതേ ഒരു ഇതിലൊക്കെ രസമുണ്ട്. നമ്മുടെ കൂടെ തന്നെ കൂടണ്ടേ അല്ലേ, അങ്ങനെ തന്നെയാണ് നമുക്ക് തോന്നിയത്. പിന്നെ കല്യാണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? രണ്ടുപേരും കല്യാണത്തിന്റെ വിശേഷങ്ങൾ പറ. കല്യാണം പെട്ടെന്ന് തീർന്ന പോലെ ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു. ഒന്നും ഓർത്തെടുക്കാൻ വയ്യ. ഇപ്പൊ നമ്മള് ഏതെങ്കിലും വേറെ ആരുടെയും കല്യാണം പോയി തീരുന്നില്ലേന്ന് നമ്മൾ പറയും. പക്ഷെ ഞങ്ങളുടെ കല്യാണം പെട്ടെന്ന് തീർന്ന പോലെ തോന്നുന്നു. നമ്മളെല്ലാം ശ്രദ്ധിച്ചിങ്ങനെ നിൽക്കുമല്ലേ, അപ്പം പെട്ടെന്ന് കഴിഞ്ഞതുപോലെ എനിക്കും തോന്നി. സാധാരണ വേറെ ആരെങ്കിലും കല്യാണത്തിന് പോലെ 1-2 മണിക്കൂറായിരുന്നു, ഇത് 1.5 മണിക്കൂർ പെട്ടെന്ന് തീർന്നതുപോലെ തോന്നി. ഇടയ്ക്ക് നമുക്ക് ഡൗട്ട് പഠിച്ചായിരുന്നു, അച്ഛൻ കട്ട് ചെയ്തു. എല്ലാം ഉണ്ടായിരുന്നു, എല്ലാ ചടങ്ങുകളും എല്ലാം ഉണ്ടായിരുന്നു. സാധാരണ നമ്മുടെ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ കല്യാണത്തിന് എന്താണ് എന്തെങ്കിലുമൊക്കെ ഒരു കുറ്റക്കുറവൊക്കെ പറഞ്ഞിട്ടായിരിക്കും നമ്മൾ വരാറ് അല്ലേ. പക്ഷെ നമ്മുടെ നമ്മുടെ ഇതിലോട്ട് വരുമ്പോഴാണ് നമ്മൾ അതിന്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ എല്ലാ ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെയാണ്. ഇതൊന്നും അതിന്റെ പുറകെ നടക്കുന്ന കാര്യങ്ങളൊന്നും നമ്മൾ അറിയുന്നില്ല. കുറ്റം കണ്ടുപിടിച്ച് പഴത്തിന് വരെ ഉപ്പില്ല എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മളീ പോരുള്ളൂ. അപ്പം അതെല്ലാം നമ്മുടെ അടുത്തോട്ട് വരുമ്പോഴാണ് നമുക്ക് ഇതിനെ കുറിച്ചുള്ള ഓരോ കാര്യങ്ങളും ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന എന്തെല്ലാം സംഭവങ്ങളാണ്. ഒരു കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ ഒരു മഹാസംഭവം തന്നെയാണ് അല്ലേ. എത്ര ദിവസമായിട്ടുള്ള ഓട്ടം രണ്ടു കൂട്ടരും എന്ന് വെച്ചാൽ ഇവിടെ ഇവനും പപ്പയാണെങ്കിലും മെറിനാണെന്നുണ്ടെങ്കിലും മെറിനാണെങ്കിലും മെറിൻ്റെ വർക്കുകളെല്ലാം അവിടെ സ്വന്തമായിട്ടാണ് ചെയ്തത്. എൻഗേജ്മെന്റ് ഡ്രസ്സുകൾ, കല്യാണത്തിൻ്റെ ബീഡ്സ് വർക്കുകൾ, പിന്നെ അവളുടെ പ്രോജക്റ്റ് വർക്കുകൾ അതിനിടയ്ക്കൂടെ എല്ലാം നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു സുബിന്റെ പപ്പയാണെന്നുണ്ടെങ്കിലും ഭയങ്കര സുബിന് പപ്പ സുജിത്ത് മമ്മി എല്ലാവരും ഒരുപാട് ടെൻഷൻ പിടിക്കുന്ന ഒരു ടൈമാണ് ഈ കല്യാണം എന്ന് പറയുന്നത്. ഈ കല്യാണം ഒന്ന് കഴിഞ്ഞ് കിട്ടുന്നത് വരെ എന്ന് വെച്ചാൽ അവർക്ക് ആ ഭക്ഷണം എല്ലാം വിളമ്പി എല്ലാവർക്കും തികഞ്ഞ് അധികം വരുന്നതാണ് നമ്മുടെ ഒരു സന്തോഷം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ 2 ഭവനത്തിലും ഈ കല്യാണം നല്ല മംഗളകരമായിട്ട് നടന്നു. അതേപോലെ തന്നെ നല്ല ക്ലൈമറ്റും ഒക്കെ തന്നു. തലേന്ന് മഴ ഉണ്ടായിരുന്നെങ്കിലും അടുത്ത ദിവസം ഒരു മഴയില്ല. എല്ലായിടത്തും നല്ല മഴയാണ്. ഇതിന്റെ ഇടയ്ക്കത്തെ ദിവസമൊക്കെ നല്ല മഴ പെയ്തു, നല്ല ഇടിവെട്ടി മഴയായിരുന്നു. എന്നിട്ട് പോലും നമ്മളുടെ ദിവസത്തില് നല്ല വെയിലൊക്കെ തന്നു. അതപ്പോ എല്ലാം നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സപ്പോർട്ടും പ്രാർത്ഥനയാണ് കേട്ടോ. എവിടെ എല്ലാം ഇരുന്ന ആൾക്കാർ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് അറിയാം. അപ്പൊ നമുക്കതൊരു ബലമായിരുന്നു സത്യം പറഞ്ഞാല്. അപ്പം ഇനിയും മുന്നോട്ടും നിങ്ങളുടെ പ്രാർത്ഥനയും ആശംസകളും എല്ലാം ഉണ്ടായിരിക്കണം. കുഞ്ഞുങ്ങളുടെ ജീവിതം നല്ല സുരക്ഷിതമായ ദൈവത്തിൻ്റെ കരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് അവർക്ക് മുന്നോട്ട് ജീവിക്കാനായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഇനിയും ഉണ്ടാവണം. അപ്പം സുബിനോടൊരു കാര്യം ചോദിക്കുകയാണ്. സുബിന് ഇവിടെ വന്നിട്ട് സുബിന് എന്താ ഫീൽ ചെയ്തു? ഫസ്റ്റ് ടൈം വീട്ടിൽ കയറിയപ്പോൾ തന്നെ അമ്മയും പപ്പയും ഒരു സ്വന്തം മോനെ പോലെയാണ് എന്നോട് പെരുമാറിയത്. മോനാണല്ലോ. എബിനായാലും എല്ലാ സ്വന്തം അളിയനാണ്, എന്നാലും ഒരു ബ്രദറിനെ പോലാണ് എന്നെ എല്ലായിടത്തും കൊണ്ടുപോകുന്നത്. ഇപ്പൊ ഞങ്ങൾ ഇപ്പൊ കുറെ സ്ഥലങ്ങളിൽ പോയത് എല്ലാം എബിനായിട്ട് നല്ല കമ്പനിയാണ്. എബിൻ ഞങ്ങളുടെ മെറിൻ എങ്ങനെയുണ്ട്? ഞാൻ അളിയനായില്ലേ. അപ്പൊ എന്തായാലും നമ്മുടെ
കുടുംബത്തേക്ക് ഒരു പുതിയ മെമ്പറോട് ഇപ്പോൾ ജോയിൻ ആയേക്കുവാണ്. അപ്പോൾ ഒരു പുതിയ ഫാമിലിയും കൂടെ നമ്മുടെ ഫാമിലിയിൽ എക്സ്റ്റെൻഡ് ആയിട്ട്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള വീഡിയോയിൽ സുബിനും കാണും, സുബിൻ്റെ ഫാമിലിയും കാണും. അപ്പോൾ അതെല്ലാം ഞങ്ങൾ തുടരെ പരിചയപ്പെടുത്താൻ നിങ്ങളെ. അപ്പോൾ എന്തായാലും മെറിൻ്റെ കല്യാണത്തിന് വിഷ് ചെയ്ത എല്ലാവർക്കും അതുപോലെ തന്നെ കൂടെ നിന്ന് എല്ലാവർക്കും ഒരു വളരെ താങ്ക് യു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നായിരുന്നു. അവർ പറയട്ടെ ബാക്കി. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാം പഠിപ്പിച്ചെടുക്കപ്പെട്ടു. എല്ലാം പ്രാക്ടീസ് വെച്ചേക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞങ്ങൾ ബൈ.